വേദപുരാണ ഉപനിഷത്തുക്കളുടെ ശാസ്ത്രീയമായ പഠനം എന്നതിന് ഇപ്പം കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ്. അതിൽ ക്ലാസ് 1 ഒന്ന് കൊടുത്തു, ഇവിടെ ക്ലാസ് 2. ഇവിടെ പറയാൻ പോകുന്നത് പഴഞ്ചൻ, വേദങ്ങൾ പഴഞ്ചനാണോ എന്നതാണ്. നമ്മൾ വേദപുരാണ ഉപനിഷത്തുക്കൾ എന്ന് പറയുമ്പോൾ ഋഗ്വേദം, യജുർവേദം ഇത് മുഴുവനിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. അതിലുള്ള എല്ലാ സൂക്തങ്ങളിലൂടെയും അതുപോലെ തന്നെ 108 ഉപനിഷത്തുക്കളിലൂടെയും കടന്നു പോവുകയാണ്. പുരാണ കഥകളിലെ പ്രധാനപ്പെട്ട കഥകളെ എല്ലാം എടുത്തുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഋഗ്വേദം, യജുർവേദം, 108 ഉപനിഷത്തുക്കൾ പുരാണത്തിലെ കഥകളുടെ സപ്പോർട്ടോടുകൂടി ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വേദത്തിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. അതായത് അതിൽ എല്ലാ ശാസ്ത്രങ്ങളും, വേദം ഒരു ശാസ്ത്ര പുസ്തകമാണ്, ജ്ഞാനമാണെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ ജ്ഞാനവും ഉണ്ട്. ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത്, പ്രപഞ്ചം എന്തിനു വേണ്ടി ഉണ്ടായി, അതിന്റെ ഘടന എന്താണ്, ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും വേദത്തിലേക്ക് വരും. പക്ഷെ നമുക്കിതൊന്നും ഇപ്പോഴും ആ നിലയിൽ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ധരിക്കുന്നത് വേദത്തിൽ എന്തല്ലോ കുറെ ആത്മീയത പറഞ്ഞിരിക്കുന്നു, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും സയൻസ് ഒന്നും ഇല്ല എന്നല്ലാണ്. പക്ഷെ നമ്മളിപ്പോൾ ആ വിശ്വാസങ്ങളെ ശരിയാണോ എന്നുകൂടിയാണ് പരിശോധിക്കുന്നത്. വേദത്തിൽ സയൻസ് ഉണ്ടോ, വേദ ആത്മീയം മാത്രമാണോ പറയുന്നത്, ഇതെല്ലാം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മളെ വേദത്തിലുള്ള കൂടുതൽ കൂടുതൽ സയൻസുകളും ശാസ്ത്രത്വങ്ങളും രഹസ്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്, കഴിഞ്ഞ ദിവസം വിശ്വാസത്തെപ്പറ്റി പരിശോധിച്ചെങ്കിൽ ഇപ്പോൾ വേദം പഴഞ്ചനാണോ എന്ന് ചിന്തിക്കുകയാണ്. എല്ലാവരും പറയും വേദം പഴഞ്ചനാണെന്ന്. പഴഞ്ചനാണെന്ന് പറയുമ്പോൾ 2 തരത്തിൽ അതിനെ എടുക്കാം. ഒന്ന് കാലപ്പഴക്കം, പഴയ എത്രയോ കാലം മുമ്പിൽ ഉണ്ടായതാണ്. അതെന്ന് പറയുന്നത് അത് കുറച്ച് വിസ്തരിച്ച് പറയേണ്ടതാണ്. അങ്ങനെ പഴക്കമൊന്നും കാലപ്പഴക്കമൊന്നും ഇവിടെ പ്രശസ്തമല്ല. കാരണം മനുഷ്യന്റെ തന്നെ, മനുഷ്യൻ ജനിക്കുന്നു, കുട്ടിക്കാലം, കുടുംബജീവിതം, സന്യാസം, അപ്പോൾ മരിക്കാനാകും, മരിക്കുന്നു, പിന്നെയും ജനിക്കുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത് തുടക്കം അവസാനം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈക്കിൾ ഇങ്ങനെ പോവുകയാണ്. ഇതാണ് വേദങ്ങൾ പറയുന്നത്. അതുപോലെ കാലത്തിനും ഒരു ചക്രമുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഗോത്രകാലഘട്ടത്തിൽ നിന്ന് കൊളോണലിസത്തിലേക്ക്, പിന്നെ ആധുനിക യുഗത്തിലേക്ക്, പിന്നെ വസുദേവ കുടുംബത്തിലേക്ക്, ഏറ്റവും ഉന്നതി പ്രാപിച്ച സമയം, അവിടെ നിന്ന് പ്രളയം ഉണ്ടാകുന്നു, നശിക്കുന്നു, കുറച്ചു പേര് രക്ഷപ്പെടുന്നു, പിന്നെ അവരിലൂടെ ആദ്യ കൃതയുഗം, ത്രേതായുഗം എന്ന് പറഞ്ഞ് ഇങ്ങനെ സൈക്കിളൊക്കെ ആയിട്ട് തിരിഞ്ഞു കൊടുക്കുന്നതിന്. അപ്പൊ അവിടെ തുടക്കമേതാണ്, ഒരു സൈക്കിളിന് തുടക്കമേതാണ്? തുടക്കമൊന്നുമില്ല. അതുപോലെ വേദത്തിനും തുടക്കമില്ല. വേദം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സൈക്കിളിന്റെ കൂടെ. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ പഴഞ്ചനൊന്നും അല്ല, ഏറ്റവും മോഡേൺ ആണ് വേദം. അതുകൊണ്ടാണ് പഴയതെങ്കിലും പുതിയത് എന്ന് പറയുന്നത്. പഴയതായിട്ട് തോന്നുമെങ്കിലും പുതിയ കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതിനകത്തില്ലാത്തതായിട്ട് ഒന്നുമില്ല. അത് അത്തരത്തിൽ പഴഞ്ചനല്ല. അത് നമുക്ക് വിസ്തരിച്ച് ആ മന്വന്തരങ്ങളിലെല്ലാം വിവരിക്കുന്നിടത്ത് നമുക്ക് അതിലേക്ക് കടന്നു പോകാം. അത് മുമ്പ് പറഞ്ഞതുമാണ്, എന്നാൽ ഇന്ന് അന്ന് ഇപ്പൊ ആദ്യം മുതലേ പറയുകയാണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് പഴഞ്ചൻ എന്താണെന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇതിന്റെ അതെല്ലാം പഴയ കാലത്തുള്ളതാണ്, എല്ലാം പഴഞ്ച ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സംഗതികളാണെന്ന്. അങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ ഈ ഭാഷകൾ എല്ലാം എടുത്ത് ദൂരെ കളയേണ്ടി വരും. കാരണം ഭാഷയെല്ലാം പഴഞ്ചൻ, നമ്മൾ ഈ സംസാരിക്കുന്ന ഭാഷ മുഴുവൻ പട്ടയത്തൊക്കെയാണ്, അത് പഴഞ്ചനാണ്. നമ്മൾ ചോറും കറിയെല്ലാം കഴിക്കും. നമ്മളെ പൂർവികർ ഉപ്പൂപ്പന്മാർ പോലും ഈ ചോറും കറി ഉണ്ടാക്കിയിട്ടാണ് വന്നിരുന്നത്. അത് തന്നെയാണ് സാമ്പാറെല്ലാം അന്നേ നമ്മൾ ഇന്ന് ഉപയോഗിക്കുകയാണ്. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചുട്ട് തിന്നിരുന്നു, സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. ഇന്നും മനുഷ്യൻ ചുട്ട് നിന്ന് തന്നെയാണ് തിന്നുന്നത്. ഗ്യാസ് ചുടുന്നേ ഉള്ളൂ. അതിന് വലിയ വിലയാണ് കടയിൽ പോയി. സാധാരണ ഭക്ഷണത്തിന്റെ ചോറും കറിൻ്റെ ഒന്നും വിലയല്ല, ചുട്ടെടുക്കുന്നതിന് ഗ്യാസ് വെച്ചിട്ട്. അതിന് ഓരോ പേരെല്ലാം പറയും. ഇതൊന്നും ഒരു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വേദങ്ങൾ പഴഞ്ചനാണെന്ന് പറയണ്ടെങ്കിൽ വേദങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം പഴയ കാര്യങ്ങളാണ്, ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നാണെങ്കിൽ മാത്രമേ അതിനെ പഴഞ്ചനെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വേണം? അതിൻ്റെ അകത്ത് ഇറങ്ങിച്ചെന്ന് നോക്കണം. ഇറങ്ങിച്ചെന്ന് നോക്കാതെ ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാതെ എങ്ങനെയാണ് പഴഞ്ചനാണെന്ന് പറയുന്നത്? അപ്പൊ പഴഞ്ചൻ എന്ന വാക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊന്നും ഇന്നത്തെ കാലത്തിന് ഉപയോഗിക്കാൻ പറ്റാതെയാണ്. അതാണ് പഴഞ്ചന്റെ അർത്ഥം. ആ നിലയിലാണ് ഇവിടെ പരിശോധിക്കാൻ
പോകുന്നത്. അല്ല കാലചക്രം വെച്ചിട്ടില്ല. കാലചക്രം വെച്ചിട്ടും പഴയതിനാവില്ല. അത് ഏറ്റവും പഴയതെങ്കിലും പുതിയതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അത് നമ്മൾ കാണാൻ പോവുകയാണ്. റോക്കറ്റ് നിർമ്മാണം വരെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ പോവുക ഈ സീരീസിലോട്ട് പോകുമ്പോൾ. ഇപ്പൊ നമ്മൾ 2 എത്തിയുള്ളൂ. 2 എത്തുമ്പോൾ തന്നെ എത്ര സയൻസാ കാണാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗർഭോപനിഷത്ത് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അതിൽ 5 ഷോഡശ കപാലങ്ങൾ, 108 സന്ധി, 180 സന്ധികൾ. നമ്മളെ ശരീരത്തിലുള്ള സന്ധികളെല്ലാം അവർ കൃത്യമായിട്ട്, ഇത് ഉപനിഷത്തിലാണുള്ളത്, അല്ല ആയുർവേദത്തിലല്ല. ആയുർവേദത്തിനെക്കാട്ടി വിസ്തരിച്ചുണ്ട് അതാറെ. പക്ഷെ നമ്മളിപ്പോ ഉപനിഷത്തുകളിലാണ്. ഉപനിഷത്ത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കും ഉപനിഷത്ത് എന്നുള്ള ആത്മീയം നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുന്നതെന്നല്ല ധരിച്ചു വെച്ചാൽ. അതൊന്നും അല്ല. ഇതിനകത്ത് ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം പറ്റിയാണ് പറയുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് ഞാൻ മറ്റേ ആയുർവേദ ഡോക്ടറോ ബയോളജി ഒന്നും കാര്യമായി പഠിച്ചതെന്നല്ല. എന്റെ എഞ്ചിനീയറിംഗ് വിഷയങ്ങളാണ്. അപ്പം 10 വരെ പഠിച്ചതിൽ കുറച്ചെങ്കിലും ബയോളജി വരുന്നുള്ളൂ. പിന്നെ കുറച്ച് ചിലത് വരുന്നുണ്ട്, അത് പോട്ടെ. പിന്നെ അവൻ 108 സന്ധികളുണ്ട്. എനിക്കറിയില്ല ഇപ്പൊ ശരീരത്തിൽ എത്ര സന്ധി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഭൂരിപക്ഷം പേർക്കും അറിയില്ല. പക്ഷെ ഇവർ ഇതെല്ലാം കണ്ടെത്തി വെച്ചിരിക്കുകയാണ്. ഇത് പഴഞ്ചനാവില്ല. 108 സന്ധികൾ, 107 മർമ്മസ്ഥാനങ്ങൾ. ഇതേതാ മർമ്മസ്ഥാനം എന്നൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും പഠിപ്പിച്ചു തന്നാൽ വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ ഇവർക്കാരെ പഠിപ്പിച്ചു കൊടുത്ത് ഇവർ ഇതെല്ലാം കണ്ടെത്തി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ തപ്പി നോക്കിയിട്ടെല്ലാം കണ്ടുപിടിച്ചായിരിക്കും. എന്നാലും അത്ര എളുപ്പമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 150 സ്നായുക്കൾ, 700 ഞരമ്പുകൾ ഉണ്ട് എന്ന് പറയണം. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞരമ്പ് നമ്മളെ കോഴീനെ വാങ്ങുമല്ലോ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം കട്ട് ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ അകത്തും ഞരമ്പുണ്ടല്ലോ. രക്തം പോകുന്ന കുടലില്ലാതെ ഒന്നും ഇല്ലല്ലോ. അതിലെത്ര ഞരമ്പുണ്ടെന്ന് ഒന്ന് കണ്ടെത്താൻ നോക്കി. എന്നിട്ട് നമുക്ക് മനുഷ്യന്റെ കയ്യിൽ നോക്കാം. ഞരമ്പ് കാണാൻ പോലും പറ്റൂല. കാരണം ഇതെല്ലാം ഒരുമാതിരി രക്തത്തെ കുളിച്ച് ഒരുമാതിരി കിടക്കുകയാണ്. ഇത് എങ്ങനെയാ നോക്കുന്നത്? ഇത് എങ്ങനെയാ അത് ഊരിയെടുത്ത് നോക്കുന്നത്? അപ്പൊ ഈ മനുഷ്യന്റെ ശരീരത്തിൽ 700 ഞരമ്പുണ്ട്. ആ 700 എണ്ണോ അതെല്ലാം വേറെ കാര്യം. അതല്ല ആ വിഷയം കൈകാര്യം ചെയ്യുന്നവർ ചിന്തിക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്തായാലും കുറച്ച് ഞരമ്പുണ്ടല്ലോ. ഇതെല്ലാം എങ്ങനെ ഇവർ കണ്ടെത്തിയത്? പിന്നെയോ 500 മജ്ജകൾ, 308 അസ്ഥികൾ, ഇത്രയും ശരീരത്തിലുണ്ട്. രോമങ്ങൾ 4.5 കോടിയാണ് എന്ന് പറയുകയാണ്. രോമങ്ങൾ ഏകദേശമായിരിക്കും, കുറച്ച് 1-2 കൂടി, അത് പിന്നെ പറയുന്നുണ്ട്. 4.5 ശരീരത്തിൽ കോടി രോമങ്ങളുണ്ട് എന്ന് ഒരു ഗ്രന്ഥം പറയുകയാണ്. നമ്മളൊന്ന് അളന്നു നോക്കിയേ, എണ്ണി നോക്കിയേ, എണ്ണാൻ ശ്രമിച്ചു നോക്കിയേ. ഇവർ ഇതെങ്ങനെ മനസ്സിലാക്കി? അതിൽ സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണി നോക്കിയിട്ടേ ഇതിനെ നിഷേധിക്കാൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ കയറി നിഷേധിക്കുന്നില്ല. അത് യുക്തിവാദിയാണ്. കണ്ണുമുട്ടി അതാന്നൂല എന്നാ നിങ്ങൾ എണ്ണി കാണിച്ചാന്നൊരു വാക്കടിച്ചാൽ മതി. പിന്നെ എല്ലാം നമ്മളെ വരടിക്കടിക്കും. 4.5 കോടിയുണ്ട് എന്ന് വേദം പറയാം. എന്നാ പിന്നെ അതൊന്നുമല്ല, 4.5 ഒന്നുമല്ല, 4.2 ഉള്ളൂ. 4.5 ഉണ്ടെന്നൊന്നും എണ്ണി കാണിച്ചെന്ന് യുക്തിവാദികൾക്ക് പറയാം. അത് നമ്മളെ വരടിക്ക് തന്നെ ഇട്ട് തരാം. അവർക്കുണ്ടാനൊന്നും പറ്റില്ല. ഇതെല്ലാം വാചക അടിക്കുന്നതിനെ എന്തും പറയാം. പക്ഷെ 4.95 എന്നല്ല പിന്നീട് വരുമ്പോൾ പറയുന്നുണ്ട് മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. എന്നാലും ഏകദേശം അതിന്റെ അടുത്തെല്ലാം ഉണ്ടെന്നാണ്. അതെങ്ങനെയാ അവർ കണ്ടെത്തി? എങ്ങനെയാ എണ്ണാൻ നിന്ന്? ഇന്ന് തന്നെയാണ് അവർ ഈ കോടി വരെയുള്ള സംഖ്യ എണ്ണുമെന്നാണ് നമ്മൾ പോലും എണ്ണിയിട്ടില്ലേ. കോടി വരെ നമ്മൾ എണ്ണിയിട്ടുണ്ട്. നമ്മൾ കയറി വന്നാൽ 100, 200, 201, 200 അങ്ങനെ കുറച്ച് എണ്ണും. അല്ല ഈ കോടിയെല്ലാം എണ്ണുമെന്ന് വെച്ചാൽ ഹൃദയ 8 ഫലം, ജിഹ്വ 12 ഫലം, പിത്തം ഇടങ്ങഴി, പിത്തലെ കഫം 4 ഇടങ്ങഴി, ഇതെല്ലാം അളവെടുത്തിരിക്കുകയാണ്. ശുക്ലം നാഴി, മേധസ് 2 ഇടങ്ങഴി. ഇവ കൂടാതെ ആഹാരത്തിന്റെ പരിണാമം അനുസരിച്ച് മലമൂത്രങ്ങളും ശരീരത്തിലുണ്ട്. ആഹാരം കഴിക്കുന്നതിനനുസരിച്ച് മലമൂത്രം എല്ലാം ഉണ്ട്. ഈ പരിണാമം അനിയമിതമാണ്. അതായത് കൃത്യമായിട്ടുണ്ടാകണമെന്നൊന്നുമില്ല. വ്യക്തികളനുസരിച്ച്, അതായത് എല്ലാവരും ഒന്നുപോലെയല്ല ഇത് എന്ന് പൈപ്പലാദൻ വെളിപ്പെടുത്തിയ മോക്ഷശാസ്ത്രം പറയുന്നതാണ്. അത് ഏകദേശം ഇതെല്ലാം ഈ ഒരളവിന് മനുഷ്യ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയുകയാണ്. അതിൽ മറ്റുള്ളതിലൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഇതെല്ലാം എന്താണെന്നുള്ളത് ഞാൻ പഠിച്ച വിഷയമല്ല. അതുകൊണ്ട് അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ചില അതിൽ എങ്ങനെ അവർ കണ്ടെത്തി എന്നുള്ളതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി അതിൽ തന്നെ ഒന്നിൽ പറയുന്നു
ഗർഭോപനിഷത്തിൽ 1 പറയുന്നു, ഈ ശരീരം പഞ്ചാത്മകമാണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതില് 6 ഗുണങ്ങളുണ്ട്, 7 ധാതുക്കളുണ്ട്, 3 ദോഷങ്ങളുണ്ട്, 2 യോനികൾ. ഇവ ചേർന്നതാണ് മനുഷ്യ ശരീരം. 2 യോനികള് ചേർന്നതാണ് മനുഷ്യ ശരീരം. 2 യോനികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ ശരീരത്തില് 2 യോനികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുരുഷന് വേണമെങ്കിൽ സ്ത്രീയാകാം, സ്ത്രീക്ക് വേണമെങ്കിൽ ഇന്ന് പുരുഷനുമായി മാറ്റാനുള്ള സംവിധാനങ്ങൾ ശരീരത്തിലുണ്ട്. അത് മാത്രമല്ലല്ലോ, പുരുഷന്റെയും സ്ത്രീയുടെയും ജീനുകളിൽ പകുതി ചേർന്നിട്ടല്ലേ നമ്മളെ ശരീരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ അച്ഛന്റെ സ്വഭാവവും അമ്മയുടെ സ്വഭാവവും ഒരു പരിധി വരെ ഇതിൻ്റെ അകത്ത് വരുന്നതും. ഇപ്പൊ 2 യോനികൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷനിൽ തന്നെ സ്ത്രീ ആയാലും അതിലും തന്നെ എന്തുണ്ട്, 2 യോനികൾ ഉണ്ട്. അതല്ല, ആ നിലയിൽ വേറൊരു വീക്ഷണത്തിലൂടെയാണ് ഇതിനെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ കാണണം. എന്നിട്ട് മറ്റൊരിടത്ത് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം ഇവ 7 ധാതുക്കളായി പറയുന്നു. 7 ധാതുക്കൾ ഇതെല്ലാണെന്ന് പറയുന്നു. ഇതിൽ മാംസം 3 തരത്തിലുണ്ടെന്ന് പറയുന്നു. ആ മാംസം 3 തരത്തിൽ എന്ന് പറയുന്നത് ആധുനിക സയൻസ് കണ്ടെത്തിയതാണ്. നമ്മളുടെ ശരീരത്തിലുള്ള മാംസം, മസിൽ ടിഷ്യൂകൾ 3 തരത്തിലുണ്ട്. മസിൽ ടിഷ്യൂകൾ, നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെ ടിഷ്യൂകളെ 3 തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ആധുനിക സയൻസിന്റെ പേരിൽ പറയുകയാണെങ്കിൽ, ഒന്ന് ചലിക്കുന്നതിനുള്ള മസിലുകൾ, ചലിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും മസിലുണ്ട്. രണ്ടാമത്തെ വയറിലെ സ്മൂത്ത് മസിൽ, വയറിലൊരു പ്രത്യേകതരം മസിൽ സിസ്റ്റമാണുള്ളത്. മൂന്നാമത്തത് ഹൃദയത്തിനകത്തുള്ള സ്പെഷ്യൽ മസിൽ. ഹൃദയത്തിനകത്തും ഉള്ള മസിലിനെയും വേറെ ആധുനിക സയൻസ് തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞു വരിക്കുന്നത്. ഇതൊന്നും നമുക്കെല്ലാവരും പറഞ്ഞു തന്നാലേ പഠിച്ച് മനസ്സിലാക്കുന്നേ ഉള്ളൂ. അല്ല നമ്മൾ സ്വയം കണ്ടെത്തുകയെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. മേധസ് എന്നത് ഇവർ പറയുന്ന മേധസ് എന്ന് പറയുന്നത് അഡിപ്പോസ് ടിഷ്യൂവും, അസ്ഥി എന്നത് എല്ലുകളും കാർട്ടിലേജസും, മജ്ജ എന്നത് എല്ലിനകത്തുള്ള സാധനങ്ങൾ ആണ്. അപ്പൊ നമ്മുടെ ശരീരശാസ്ത്രത്തിലെ പ്രധാന ഭാഗങ്ങളെ മുഴുവൻ അവർ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇത് ഉപനിഷത്തിൽ മാത്രമാണ്. ഇതിൽ കൂടുതൽ ആയുർവേദത്തിൽ അവർ പഠിപ്പിക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. അതൊന്നും നമ്മളെ വിഷയമല്ല. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്ത് ഇതെല്ലാം പറയുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും. പക്ഷെ ഇതിൽ നിന്നും ചിന്തിക്കുമ്പോൾ വരുന്നത് ഇതെല്ലാം എങ്ങനെ ഇവർക്ക് കണ്ടെത്തി എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. എന്നിട്ട് ഗർഭോപനിഷത്ത് തന്നെ 3 വേറെ എന്ത് പറയുന്നു? ഇത് ഗർഭോപനിഷത്താ. കുട്ടി ജനിക്കുന്നതും നമ്മുടെ ശരീരത്തിന്റെ എല്ലാം വിവരങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ആത്മീയ കാര്യങ്ങളൊന്നും ഇതൊന്നും നമ്മൾ ആത്മീയ പ്രഭാഷണത്തിൽ എവിടെയും കേട്ടിട്ടുണ്ടോ എന്നുള്ളത് പോലും. അപ്പൊ ഉപനിഷത്ത് 108 ഉപനിഷത്തിൽ ഒന്നാണ് ഗർഭോപനിഷത്ത്. അതിൽ ശരീരശാസ്ത്രത്തെ പറ്റിയാണ് പറയുന്നത്. അത് ശുദ്ധമായ സയൻസുമാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് എന്താ ആത്മീയം കിടക്കുന്നത്? അപ്പൊ നമ്മൾ ചിന്തിക്കണം. ഉപനിഷത്ത് എന്ന് കേൾക്കുമ്പോൾ എന്തെല്ലോ ആത്മീയമാണ്, വേദത്തിന്റെ സത്തയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് മുഴുവൻ സയൻസാണ്, ശരീരശാസ്ത്രമാണ്. ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടിരിക്കുക. എന്നിട്ട് ഈ 3 എന്താ പറയുന്നത്? ഗർഭോപനിഷത്തിലെ 3 പറയുന്ന എല്ലാം ചുരുക്കിയിട്ട് ഞാൻ ഇതിനകത്ത് പ്രധാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കും. ഋതുസമയത്ത് ഉചിതമായ രീതിയിൽ ഗർഭധാനം നടന്നാൽ ശുക്ലശോണിതങ്ങൾ ഒരു രാത്രി കൊണ്ട് കലലമാവുന്നു. 15 ദിവസം കൊണ്ട് പിണ്ഡാകാരമാകും. 1 മാസം കൊണ്ട് കഠിനതരമാകും. 2 മാസം കൊണ്ട് തലയും 3 മാസം കൊണ്ട് കാലും ഉണ്ടാകുന്നു. 4 മുട്ട്, വയർ, അര ഇവയുണ്ടാകും. 5 പൃഷ്ഠം, നട്ടെല്ല്. 6 വായ, മൂക്ക്, ചെവി, കണ്ണുകൾ എന്നിവ ഉണ്ടാകും. 7 ജീവസ്പന്ദനത്തോടെ പുഷ്ടിപ്പെടുന്നു. 8 പരിപൂർണ ശരീരം രൂപം കൊള്ളുന്നു. അതായത് ഒരു കൊച്ച് ജനിക്കുന്നത് മുതൽ പ്രസവം കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഘട്ടങ്ങൾ വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു.
നമുക്കിത് നോക്കാൻ പറ്റുമോ? നമ്മളെ ഗർഭപാത്രം കീറി ഒരു കൊച്ചിന്റെ എടുത്ത് നോക്കുവാന്നാണ്, ഇത്രയും വിസ്തരിച്ച് നോക്കുവാന്നാണ് എല്ലാവരെയും കൊന്നിട്ട് കീറി മുറിച്ചിട്ട്. കീറുമ്പം തന്നെ എന്താവും? അതൊരു മാംസഘട്ടം. പിന്നെ അതിൻ്റെ അകത്ത് നോക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നമ്മൾ കോഴി വാങ്ങുമ്പോഴേക്ക് അർത്ഥം കൊണ്ടുവരുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് തിരിച്ചറിഞ്ഞെങ്കിൽ എത്ര പാടാണ്. ഇത്രയും വിസ്തരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഹൃദയസ്പന്ദനങ്ങൾ ഇന്ന സമയം നടക്കുന്നല്ല എങ്ങനെയും കണ്ടെത്തിയത്? നമ്മൾ എത്ര പേർക്ക് ഇതല്ല അറിയാം? ഇവിടെ ഈ കേൾക്കുന്നവരിൽ തന്നെ എത്ര പേർക്ക് ഇത് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. പഠിക്കാതെ സ്വയം നിൽക്കുന്ന കാട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഉപകരണമില്ലാത്ത കാലത്ത് ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കി? അപ്പം വേദങ്ങളിൽ ഇനി അഥവാ ഇതെല്ലാം കുറച്ചെങ്കിലും ഉള്ളതാണെങ്കിൽ, കുറച്ചെങ്കിലും സത്യം ഉണ്ടെങ്കിൽ, ഈ ഉപനിഷത്തില് മോഡേൺ സയൻസ് ഉണ്ടല്ലോ, ഇത് പഴഞ്ചനല്ലല്ലോ. പറയുന്നതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മിസ്റ്റേക്ക് വരാതിരിക്കാം, എന്നാലും ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നല്ല ഉള്ളത് ആരാണ് നോക്കേണ്ടത്? നമ്മളല്ല. ആ വിഷയത്തിൽ പ്രാവീണ്യം നേരം അത് അവർക്ക് വിട്ടുകൊടുക്കുക. എന്റെ വിഷയമല്ല അത്. എന്നാലും ഒരു കാര്യമുണ്ട്, കുറെ വിസ്തരിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊന്ന് പറയുകയാണ്. അപ്പം കുട്ടി വളരേണ്ട കാര്യം, വളരുന്ന ഗർഭാവസ്ഥയിൽ അതുമാതിരി ഒരു ശരീരത്തിലുള്ള അവയവങ്ങളെ പറ്റിയെല്ലാം അവർ പറഞ്ഞു തന്നു. ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾ കറുത്ത വേണോ വെളുത്ത വേണോ കുട്ടികൾ വേണ്ടിക്കല് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്നും കുട്ടികൾ ഇന്ന കുട്ടീനെ വേണം നടത്ത കറുത്ത, ചിലവർക്ക് കറുപ്പിനാണ് ഏഴഴക്, അപ്പം കറുപ്പ് കുട്ടി വേണം തോന്നും. ചിലവർക്ക് വെളുത്ത് വേണം, വേണ്ട മറ്റേത് വേണം എന്നെല്ലാം തോന്നും. അതുണ്ടാകാൻ വേണ്ടിയുള്ള വഴികൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് നിഷേധിക്കേണ്ടിക്ക് നമുക്ക് എന്തേ വഴിയുള്ളൂ? അത് പരീക്ഷിച്ചിട്ടാണ് അതിനെ ശരിയോ തെറ്റോ ഒന്ന് നിഷേധിക്കേണ്ടത്. അല്ലാതെ കണ്ണു അടച്ചിട്ട് ആ പഴയ ആള് പറഞ്ഞാണ് അതുകൊണ്ട് അങ്ങ് നിഷേധിച്ചേക്കാം. അത് എന്ത് ബുദ്ധി, ആ യുക്തിയല്ല. ആർക്കെങ്കിലും പരീക്ഷയ്ക്ക് പരിശോധിച്ച് നോക്കൂ, എന്നിട്ട് സത്യം ഉണ്ടോ നോക്കൂ. ഇനി ശാസ്ത്രീയമായി വേണ്ടിയിട്ട് ലാബ് കൊണ്ടുപോയിട്ട് പരിശോധിച്ച് നോക്കൂ. ഇതെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഭക്ഷണത്തിൽ ഈ പറയുന്ന ഭക്ഷണത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന്, കെമിക്കലായിട്ട് ആ ഭക്ഷണം പിന്നെ ശരീരത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നെല്ലാം അവർക്ക് യുക്തിവാദികൾക്ക്, ശാസ്ത്രം അറിയുന്നവരാണെങ്കിൽ പോയി പരിശോധിച്ച് നോക്കാം, സത്യം ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നിഷേധിക്കാം. ആ സർട്ടിഫിക്കറ്റ് സഹിതം പറയാം, ഇതാ ശാസ്ത്രം പറയുന്നു ഇതിൻ്റെ അകത്തൊന്നും ഒരു സത്യമില്ല. ചുമ്മാ ഇങ്ങനെ നിഷേധിക്കാൻ ആർക്കും പറ്റും. അതിപ്പോ ഞാൻ സംസാരിക്കുന്ന പകലാണ്, വേണമെങ്കിൽ ആർക്കും പറയാം ഇത് പകലൊന്നുമല്ല ഇത് രാത്രിയൊന്നും വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കുന്നതിന് അത് കാര്യമൊന്നുമില്ല. ഭാഷയുണ്ടെങ്കിലും കുറച്ച് വാക്ക് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ എങ്ങനെയെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കാം. അപ്പൊ ബൃഹദാരണ്യകോപനിഷത്തിൽ കുട്ടികളേക്ക് എത്ര കുട്ടികളെ വേണമെന്നല്ലാണ് പറഞ്ഞു തരുന്നത്, അല്ല ആത്മീയൊന്നുമല്ല. നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ആത്മീയ, അതിൻ്റെ അകത്ത് എന്തോ തലമണ്ടയിൽ കൂട്ടൊക്കെ ഇനി അങ്ങ് ഉള്ളിലേക്ക് പോയി നോക്കുന്ന എന്തോ സംഗതിയാണ്. ഇത് ഉള്ളിലെ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ രസതന്ത്രപരമായിട്ടാണെന്നേ, അതിലെന്തോ രസതന്ത്രമെല്ലാം ഉണ്ട്. ഇതുകൊണ്ടല്ലേ അത് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ബൃഹദാരണ്യകോപനിഷത്തിൽ 6:4 60 പറയുന്നു. ഈ പറയുന്ന നമ്പറിൽ ചിലപ്പോൾ അങ്ങോട്ട് എന്നാലും വിഷയം ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. എന്നാലും 6:4 തന്നെയാണ് എല്ലാം വരുന്നത്. 60 ആണെന്ന് എനിക്ക് തോന്നുന്നു. 6:4 60. ഒരു പുത്രി വിദുഷിയും നല്ല ദീർഘായുസ്സും ഉണ്ടാകണമെങ്കിൽ അവനും അവന്റെ ഭാര്യയും, അത് നല്ല വിദുഷിയും നല്ല ദീർഘായുസ്സുള്ള ഒരു കുട്ടി ജനിക്കണമെങ്കിൽ അവനും അവന്റെ ഭാര്യയും എള്ളും അരിയും കൂട്ടി കിച്ചരി പാകം ചെയ്ത് അതിൽ നെയ്യും ചേർത്ത് ഭക്ഷിക്കണം. ഇങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ കുട്ടി നല്ല ആരോഗ്യവതിയായിട്ട് എല്ലാം തികഞ്ഞ് ജനിക്കുന്നാണ് പറയുന്നത്. അതായത് അതിന് വേണ്ട എല്ലാ പോഷകമൂല്യങ്ങളെല്ലാം കിട്ടുമായിരിക്കും. എള്ളില് എന്തെല്ലാം ഉള്ള, ചിലപ്പോൾ അയണ് കാണുമായിരിക്കും, എനിക്കറിയില്ല. അരിയും കൂട്ടി കിച്ചരി പാകം ചെയ്ത് അതിൽ നെയ്യും ചേർത്ത് ഭക്ഷിക്കണമെന്ന് പറയാം. അതോടുകൂടി ഉത്തമ യോഗ്യതയോടുകൂടിയ കന്യകക്ക് ജനനം നൽകുന്നതാണ് പറയുന്നത്. കന്യക ജനിക്കുന്നതാണ് പറയുന്നത്. അത് കുറച്ച് കടന്നതാണോ എന്തോ എനിക്കറിയില്ല. എന്നാലും പരീക്ഷിച്ചിട്ടില്ല. നമുക്കത് വേണമെങ്കിൽ എന്തും പറയാം. കന്യകയല്ല, പുത്രനായിക്കൂടെ എന്നെല്ലാം വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷെ ഇതെല്ലാം പരീക്ഷിച്ചിട്ട് നോക്കേണ്ടതാണ്. അറിയില്ല, അതെല്ലാം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. പക്ഷെ അവർ ചിലതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 6:4 പറയുന്നു, കപിലവർണ്ണത്തോടു കൂടിയ ഒരു കപിലവർണ്ണത്തോടു കൂടിയതോ പിങ്കലവർണ്ണത്തോടു കൂടിയതോ ആയ ഒരു പുത്രനെ കിട്ടുവാൻ.
കപിലവർണം അല്ലെങ്കിൽ പിങ്കലവർണത്തോടു കൂടിയ ഒരു പുത്രനെ കിട്ടണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് തൈരിൽ ചോറ് പാകം ചെയ്തിട്ട് അവൻ അതിൽ നെയ്യും ചേർത്ത് കഴിക്കണം. തൈരിൽ ചോറ് പാകം ചെയ്ത് അതിൽ നെയ്യിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ കപിലവർണത്തിലോ പിങ്കലവർണത്തിലോട് കൂടി കുട്ടീനെ കിട്ടും. അതിനുശേഷം 6:4:57 പറയുന്നു, തന്റെ പുത്രൻ ശുക്ലവർണത്തോടു കൂടിയവനാകാൻ ആഗ്രഹിക്കുന്നവനും ഭാര്യയെയും പാലും അരിയും കൂടി പാകം ചെയ്ത്, അതായത് പാലും അരിയും കൂട്ടിയിട്ട് പാകം ചെയ്ത് കഴിഞ്ഞാൽ ശുക്ലവർണത്തോടു കൂടിയ പുത്രനെ കിട്ടുമെന്നാണ്. അതിൽ നെയ്യും ചേർക്കണം. കഴിച്ചാല് പായസം ഉണ്ടാക്കി കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ പാലും അതിൽ അരിയും കൂടി പാകം ചെയ്ത് പായസം ഉണ്ടാക്കി അതിൽ നെയ്യും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറയുന്നത്. 6:4:59 തന്റെ പുത്രൻ അരുണനയനത്തോടും ശ്യാമവർണത്തോടും കൂടിയവനായും വിദ്വാനായും ജനിക്കുവാൻ, വിദ്വാനായിട്ടും ജനിക്കണ്ടിക്കല് അവനും അവന്റെ ഭാര്യയും ജലത്തിൽ മാത്രം അരി പാകം ചെയ്ത് അതിൽ നെയ്യും ചേർത്ത് കഴിക്കണം. അപ്പൊ എന്ത് വേണം? ജലത്തില് അരി പാകം ചെയ്തിട്ട് എല്ലാത്തിലും നെയ്യ് ചേർക്കണം. കാരണം വൈറ്റമിൻ മറ്റേ അതും ഇതുമെല്ലാം വേണമല്ലോ, വേണ്ട സാധനങ്ങളെല്ലാം വേണമല്ലോ. അപ്പൊ അതും കഴിച്ചാൽ മതിയാണ്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? അതിന്റെ കൂട്ടത്തില് ചിന്തകളും അതുപോലെ ആയിരിക്കണം. അപ്പൊ ചിന്തയും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികൾ കിട്ടുമെന്ന് അത് എനിക്കും സംശയമുള്ള കാര്യമെല്ലാം തന്നെ. പക്ഷെ നമുക്ക് നിഷേധിക്കുന്നതിന് അർത്ഥമില്ല. നമ്മളത് പരീക്ഷിക്കുന്ന 2 തരത്തിലും ആകാം. വേണമെങ്കിൽ കുട്ടികൾ അവരവർക്ക് വ്യക്തിപരമായിട്ട് ഇതെല്ലാം കഴിച്ചു നോക്കിയിട്ട് കുട്ടി അങ്ങനെ വല്ല പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ലാബിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ലാബിൽ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്തെല്ലാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ശരീരത്തിന്റെ ഘടനയായിട്ട് കുട്ടികൾ ഉണ്ടാകുന്നതിലുള്ള പ്രക്രിയയിൽ ഇത് വല്ലതും സ്വാധീനിക്കുന്നുണ്ടോ എല്ലാം നോക്കി പരീക്ഷിക്കാം. ഗുണമുള്ള കാര്യമാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അപ്പൊ അങ്ങനത്തെ ടോണിക് ഉണ്ടാക്കി വിടാം. അതിന്റെ കണ്ടൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കാം? വെളുത്ത കുട്ടി കഴിക്കാനുള്ള ടോണിക്, കറുത്ത കുട്ടി, എന്തെല്ലാം സ്കോപ്പുകളാണുള്ളത് ഭാരതത്തിന്. അപ്പൊ ഇതെല്ലാം സത്യം ഉണ്ടെങ്കിൽ അതിനകത്ത് കണ്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ നിലയെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാം. വെളുത്ത കുട്ടി ജനിക്കാൻ ഇന്നത്, കന്യക ജനിക്കാൻ എല്ലാം തികഞ്ഞ ആരോഗ്യവതിയ കന്യ ഇന്ന ടോണിക്, ശ്യാമവർണത്തോടു കൂടിയതാണെങ്കിൽ ഇങ്ങനത്തെ, വിദ്വാനാണ്ടിക്ക് ഇന്നത്തെ ഭക്ഷണം. ഇത് ഗർഭിണികൾ കഴിച്ചാൽ മതി എന്ന് അല്ലെ? ഗർഭിണികളല്ല, അതിന് മുമ്പ് തന്നെ കഴിക്കേണ്ട അവസ്ഥയായിരിക്കുമല്ലോ. ഗർഭിണി കഴിച്ചാൽ മതിയോ? അല്ല, അവർക്ക് വിട്ടുകൊടുക്കാം. നമ്മൾ വേണ്ട, നമ്മളൊരു പക്ഷെ ഇങ്ങനെയുള്ള സ്കോപ്പുള്ളൊരു കാര്യമാണ്. ഭാവിയിൽ ഇതെല്ലാം വളരെ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുകയാണ്, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് പ്രശ്നോപനിഷത്ത് 3:6 പറയുന്നു. പ്രശ്നം പല ഉപനിഷത്തിലും നമ്മൾ കാണുകയാണ്. ഇതിലെല്ലാം ഉള്ളത് നമ്മളെ ശരീരശാസ്ത്രം തന്നെയാണ്. പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഉപനിഷത്ത് എന്ന് കേൾക്കുമ്പോൾ അത് ആത്മീയം, ആത്മാവെന്ന് കയറിയിട്ട് പിന്നെ ഒരു പോക്കാണ് താഴോട്ടേക്ക്, ഉള്ളിലേക്ക്. ഇതൊന്നുമല്ല. നമ്മളെ ധാരണകളെല്ലാം തിരുത്തിയേ പറ്റൂ. വേദപുരാണ ഉപനിഷത്തുകളിൽ ശുദ്ധമായ സയൻസാണ് ഉള്ളത്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശ്നോപനിഷത്തിൽ 3:6 പറയുന്നു, ഈ ശരീരത്തിൽ ജീവാത്മാവിന്റെ നിവാസസ്ഥാനമായ ഹൃദയത്തിൽ 100 പ്രധാന നാഡികളും നമ്മുടെ ഹൃദയത്തിലാണ് ജീവാത്മാവുള്ളത്. അപ്പൊ ജീവന്റെ കേന്ദ്രം, നാം എന്നതിന്റെ ജീവന്റെ കേന്ദ്രം ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ 100 പ്രധാന നാഡികളുണ്ട്. അതിൽ ഓരോ നാഡിക്കും 100 വീതം ശാഖാനാഡികളുണ്ട്. ഈ ഓരോന്നിനും 100 ശാഖാനാഡികളുണ്ട്. ഓരോ ശാഖാനാഡിക്കും 72,000 പ്രതിശാഖാനാഡികളുണ്ട്. അത്തരത്തിൽ ആകെയുള്ള 72 കോടികളിലും വായു സഞ്ചരിക്കുന്നു. അപ്പൊ 72 കോടി നാഡികൾ നമ്മളുടെ ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം ഹൃദയത്തിൽ നിന്നെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നാഡി എന്ന് പറയുന്നത് എന്താണ്? രക്തക്കുഴലല്ല. നമ്മള് ഡോക്ടറെ അടുത്തെല്ലാം ചെല്ലുമ്പോൾ ഒരു മനുഷ്യന്റെ രൂപം കുറെ വരവരമാരിയിട്ട് കമ്പിമാരിയുള്ള കുറെ നാഡികളുടെ ഒരു അത് തന്നെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് എത്രയുണ്ട് എന്ന് പറയുക, അതിൻ്റെ അകത്ത് പടത്തിൽ അത്ര 72,000
കോടിയൊന്നും വരച്ചു വെച്ചത് 72 കോടിയൊന്നും വരച്ചു വെച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒന്ന് അതിന്റെ അളവൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സൂക്ഷ്മമാണ്. അതായത് നമ്മളെ റേഡിയോയിലെല്ലാം ഉള്ള വയറൊന്നും തന്നെ സമാധാനമാണ്. സിഗ്നൽ പോകുന്ന വായുവിന് സമാനമാണ്. അതാണ് നമ്മുടെ ശരീരത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്. അതിന്റെ നെർവസ് സിസ്റ്റം വളരെ നേരിയതാണ്. അതെല്ലാം ഇങ്ങനെ മുറിച്ചു നോക്കാനൊന്നും പറ്റില്ല. പിന്നീട് നമുക്ക് നാഡികളെ പറ്റിയെല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ കാലിന്റെ ചുണ്ടുവിരലിൽ നിന്ന് ഒരു നാടി ചിലപ്പോൾ ചുവട്ടിന്റെ അടുത്തോ വേറെയുടെ മൂക്കിന്റെ അടുത്തോ പോകുന്നു എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ പ്രധാനപ്പെട്ട എവിടെയെല്ലാം പോകുന്നു. ഇതെല്ലാം ഇവനെങ്ങനെ കണ്ടുപറ്റി ഒന്ന് ആലോചിച്ചു നോക്കും. നമ്മൾ തന്നെ കോഴിന്റെ ഇറച്ചി എടുത്ത് മുറിച്ചു നോക്കി കഴിഞ്ഞാൽ അത് നാടി കാണാൻ പറ്റുമോ? ഇനി അത് കണ്ടാൽ തന്നെ എവിടെ നിന്ന് എവിടെ പോകുന്നെന്നുള്ള ഇപ്പൊ കാലിന്റെ അറ്റത്ത് നിന്ന് തലയിലേക്ക് പോകുന്ന ഒരു നാടീനെ പറ്റി നമ്മളെങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഉപകരണമൊന്നും ഇല്ലാതെ മനുഷ്യന്റെ ശരീരത്തെ മുറിക്കുമ്പോൾ തന്നെ ആകെ രക്തം കയറി നാടിയും ഉണ്ടാവില്ല, നരമ്പും ഉണ്ടാവില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല, എല്ലാം ഒരുമാതിരി കുഴക്കട്ട മാതിരി ഇങ്ങ് കിട്ടും. ഇത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പോകുന്നു. നമ്മൾ റേഡിയോയിലുള്ള വയറ് തന്നെ ഒരു വയറ് എവിടെയാ പോകുന്നതെന്നുള്ളതുണ്ട് ടെസ്റ്റ് ചെയ്യേണ്ടിക്കലും മൾട്ടിമീറ്റർ എല്ലാം വെച്ച് എത്ര പാടുപെട്ടിട്ടാണ് ഈ വയറ് എവിടെയാ പോയെന്ന് അറിയാൻ വേണ്ടി വെക്കുന്നത്. ഊരിയെടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അങ്ങനെയുള്ള ഈ നാഡികൾ, ഇത്രയും സൂക്ഷ്മമായ നാഡികൾ ഇവൻ ഈ പറയണ്ടിക്കല് എങ്ങനെ പറഞ്ഞു ഇവര്? അവിടെയാണ് അവർക്ക് എന്ത് ഉപകരണമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് സൈക്ലിക് ആണ്. ഇവർക്ക് പണ്ടേ കണ്ടെത്തിയ സാധനങ്ങൾ തന്നെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ ഉപകരണത്തിന്റെ സഹായത്തില് മനുഷ്യൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സമയത്ത് കണ്ടെത്തിയ കാര്യങ്ങൾ പ്രളയം വന്നപ്പോൾ അവർ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് വന്നിട്ട് എഴുതി വെച്ച ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. അങ്ങനെ ഈ വേദങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണത് പഴഞ്ചനല്ല. ഇതെല്ലാം ഒരു ഉപകരണമില്ലാതെ, ഇത്രയും വലിയ ജ്ഞാനമില്ലാതെ ഒരു മനുഷ്യൻ ഇത്രയും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതേസമയം ഉപനിഷത്തുകളിൽ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ, ശാസ്ത്ര തത്വങ്ങളുള്ള പുസ്തകത്തെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അത് തലമണ്ടയെന്ന് കയറി ഇങ്ങനെ അങ്ങ് അകത്തുകൂട്ടി അങ്ങ് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് അപ്പൊ നമ്മളെ ശരീരത്തിന്റെ കാര്യം ഇത്രയും പറഞ്ഞതിന് ശേഷം ഇതിലൂടെ വായു സഞ്ചരിക്കുന്നതിന് സാധാരണ വായുവല്ല. വായു എന്ന് പറഞ്ഞാൽ സിഗ്നൽ സിസ്റ്റത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നമുക്ക് പിന്നീട് സയൻസിലൂടെ കാണാം. ഈ ശരീരത്തിന്റെ അകത്തുള്ള ഈ ഘടന പറഞ്ഞതിന് ശേഷം പ്രപഞ്ചത്തിന്റെ ഘടനയും പറയുന്നുണ്ട് ഇപ്പൊ ചിലയിടത്ത്. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, അയാലും പറയേണ്ട സ്ഥലത്ത് പറയാം. പക്ഷെ അവിടെ പറഞ്ഞ ഒരു സംഗതി മാത്രം ഇവിടെ പറയാം. ഈ പ്രപഞ്ചത്തിന്റെ ഘടനയും 14 ലോകങ്ങളെ പറ്റി അവൻ വ്യക്തമായി വേറെടുത്ത് വിവരിച്ചിട്ടുണ്ട്. 14 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ഘടനയാണ്. നമുക്ക് 14 ലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അട്ടി ആകാശം എന്നാ ചിന്തിച്ച അങ്ങനെയൊന്നും അല്ല. 14 ലോകങ്ങൾ വേറെ പ്രത്യേകിച്ച് പറയുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ഇത് പറയാം. ഋഗ്വേദത്തിൽ നിന്നാണ്. മണ്ഡലം 10 സൂക്തം 114 പറയുന്നു. ഋഷി സന്ത്രി പറയുകയാണ്, യജ്ഞരൂപമായ ഈശ്വരന്റെ 14 മഹിമകൾ ഭുവന രൂപത്തിൽ ആകാശത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. നമുക്ക് ആ ശക്തി യജ്ഞരൂപം, യജ്ഞം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിലൂടെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ പ്രയത്നി എന്ന് പറഞ്ഞാണ് പ്രപഞ്ചം ഉണ്ടായ ആ പ്രക്രിയക്കാണ് യജ്ഞം എന്ന് പറയേണ്ടത്. അതിലൂടെ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ട്? 14 മഹിമകള് ഭുവന രൂപത്തിൽ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭുവനം താമസിക്കാൻ പറ്റുന്ന തരത്തിൽ 14 ലോകങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലുള്ള ഒന്നാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭുവനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സൗരയൂഥ സിസ്റ്റന്മാരുള്ളത് വേറെയും എന്തുണ്ട്? വേറെയും ഉണ്ട്. അത് 14 തരത്തിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ അവിടെ എന്തുണ്ട്? ചിലപ്പോൾ മനുഷ്യര് ഭുവന രൂപത്തിലാണ്. അപ്പൊ അവിടെയെല്ലാം മനുഷ്യരുണ്ട്, ഉണ്ടാകാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് പ്രപഞ്ചഘടന. ഈ പ്രപഞ്ചഘടന വിസ്തരിച്ച് 14 ലോകങ്ങളെ പറ്റി വേദങ്ങൾ നമ്മൾ പിന്നീട് കാണും. പ്രപഞ്ചഘടന മനസ്സിലാക്കും. ശാസ്ത്രലോകം അന്വേഷിക്കുന്ന പ്രപഞ്ചഘടന എന്താണെന്ന് നമ്മൾ ലോകത്തോട് പറയാൻ പോവുകയാണ്. പ്രപഞ്ചം ഇങ്ങനെയാണുള്ളത്. 14 ലോകങ്ങളായിട്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ ഘടനയുള്ളത്. 7 മുകളിലും 7 താഴെയും. അതിന്റെ ഘടന എന്താണെന്ന് ഇപ്പൊ സൗരയൂഥ സിസ്റ്റത്തിൽ സൂര്യൻ ഇങ്ങനെ ഗ്രഹങ്ങൾ അതേ രൂപത്തിൽ പടരൂപത്തിൽ നമ്മൾ കാണിക്കും. ഇതിലൂടെ ഏതിൽ നിന്ന്? വേദത്തിൽ നിന്ന്. ശാസ്ത്രലോകം കണ്ടെത്താത്ത സത്യങ്ങൾ.
അതിലേക്ക് പിന്നീട് കിടക്കാം. പക്ഷെ ഇതെല്ലാം തന്നെയാണ് സയൻസ് തന്നെയാണ്. ഇതെല്ലാം ആധുനിക കാര്യത്തുള്ള നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തന്നെയാണ്. അല്ലാതെ പഴഞ്ചനല്ല. 14 ലോകം മുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് അറിയില്ല. ആ 7 ലോകങ്ങൾ, മുകളിലുള്ള 7 ലോകങ്ങൾ എന്താണെന്ന് നമുക്കിന്ന് അറിയില്ല. അതിന് കണ്ടെത്താൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പഴഞ്ചനല്ല, പുതിയ കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അതെന്താണെന്ന് വ്യക്തമായി പറഞ്ഞത് പിന്നീട് ക്രമത്തിൽ നമ്മൾ ക്ലാസ്സുകളിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് കാണാൻ പോവുകയാണ്. എന്നിട്ട് ഋഗ്വേദം മണ്ഡലം 1 191 13 പറയുന്നു. ഋഗ്വേദം മണ്ഡലം 1 191 13 പറയുന്നു. ഋഷി അഗസ്ത്യനാണ് പറയുന്നത്, ഞാൻ വിഷം നശിപ്പിക്കുന്നതിനുള്ള 99 വിദ്യകൾ പഠിച്ചിരിക്കുന്നു. അഗസ്ത്യ അന്ന് പറയുകയാണ്, വിഷങ്ങൾ നമ്മളെ ശരീരത്തിൽ വിഷങ്ങളായിട്ട് പ്രവേശിക്കുന്ന വിഷങ്ങൾ എന്തെല്ലാം വരും? ബാക്ടീരിയ എല്ലാം വിഷമാണ്. അന്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നതെല്ലാം വിഷം തന്നെയാണ്. അത് വൈറസുകളായാലും മറ്റേ കൊറോണ വൈറസ് ആയാലും എല്ലാം വിഷങ്ങൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ അന്യമായിട്ട് വേണ്ടാതായിട്ട് കയറുന്ന എല്ലാം വിഷം തന്നെയാണ്. അങ്ങനെ 99 വിദ്യകൾ ഞാൻ പഠിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവയെല്ലാം മാറ്റാനുണ്ട്. വൈറസുകളുടെ ഘടനയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മളേക്ക് കടക്കുമ്പോൾ വൈറസുകളെ പറ്റി, അതിന്റെ രൂപത്തെ പറ്റി എല്ലാം ഇവിടെ വിവരിക്കും. അത് പിന്നീട് വരും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ അകത്ത് സയൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. കുറെ അങ്ങോട്ടെത്തുമ്പോൾ വൈറസുകളെ പറ്റി, അതിനുള്ള മരുന്നുകളെ പറ്റി എല്ലാം, ചെടികളിൽ ഇന്നത് ഉപയോഗിച്ച മരുന്നുകൾ ഉപയോഗിച്ചാൽ മതി എന്നെല്ലാം പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. അതെല്ലാം ഉപനിഷത്തിൽ നിന്നും വേദത്തിലൂട്ടിയാണ്. അഥർവവേദത്തിൽ ആയുർവേദം പഠിച്ചല്ല, ആയുർവേദത്തിലെല്ലാം ഉണ്ടാവും. അത് അവർക്ക് വിടാം. നമ്മളിപ്പോ ഉപനിഷത്തുക്കളിലൂട്ടിയാണ് കടന്നു പോകുന്നത്, വേദത്തിലൂട്ടി. ഇവിടെ വേദങ്ങളാണ്. ഇനി ഋഗ്വേദം മണ്ഡലം 1 തന്നെ 191 12 ഇതേ അഗസ്ത്യൻ പറയുന്നു, അഗ്നി 20 ഇനത്തിലുള്ള വിഷങ്ങളെ ഭക്ഷിച്ചു. 21 തരം വിഷങ്ങളെ അഗ്നി ഭക്ഷിക്കുന്നു. അഗ്നി ഉപയോഗിച്ച് പല വിഷങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറയുന്നു. സൂര്യൻ ദൂരസ്ഥമായ വിഷത്തെ പോലും നശിപ്പിക്കുകയും ആ വിഷത്തിന് മാധുര്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. സൂര്യ വെളിച്ചം കൊണ്ട് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന പല വിഷങ്ങളും ഇല്ലാതാകുന്നുണ്ട്. സൂര്യന് വിഷങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ഒന്നാലോചിക്കുക, നമ്മളുടെ വീടിലെല്ലാം മുറിയിൽ തുടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇരിക്കില്ല. പക്ഷെ ഒരു പാറപ്പുറത്ത് പുല്ലില് അവിടെ ആരെല്ലാം എന്തെല്ലാം പശു കാഷ്ടം ഇട്ടിട്ടുണ്ട്, അതെല്ലാം പക്ഷികളെല്ലാം ഇട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഒന്നുമില്ലാതെ നല്ല വെയിൽ കൊണ്ട ഒരു പാറപ്പുറത്തെല്ലാം നമ്മൾ ധൈര്യത്തിൽ ഇരിക്കുകയാണ്. എന്തെല്ലാം വൃത്തികേട്, നമുക്കൊരു പ്രശ്നമില്ല. വൈകുന്നേരം എല്ലാം പോയി കഴിഞ്ഞാൽ പാറപ്പുറ പേരില്ല, ആ പാറപ്പുറത്ത് ആരെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല. കാരണം എന്താണ്? അത് ശുദ്ധമാണ്. എങ്ങനെ ശുദ്ധമാണ്? സൂര്യൻ ഇതിനെ ശുദ്ധമാക്കുന്നു. അപ്പൊ പല മാലിന്യങ്ങളെയും സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഭൂമി ശുദ്ധമാക്കുന്നത് സൂര്യനാണ്. ദൂരെ നിന്നുകൊണ്ട് തന്നെ എല്ലാം ശുചീകരിക്കുന്നുണ്ട്. സൂര്യ വെളിച്ചം വീട്ടിൽ കടന്നിട്ടില്ല എങ്കിൽ ആ ഭാഗത്തെല്ലാം ചിലന്തികൾ വല കെട്ടിയിട്ട് ഒരുമാതിരി ആക്കി വെക്കും. സൂര്യപ്രകാശം കയറുന്നിടത്ത് ഇതൊന്നും അടുക്കില്ല. വിഷജീവികളെല്ലാം സൂര്യനുള്ള സമയത്തോ പതുങ്ങിക്കിടക്കും. അത് വേറെടുത്ത് പറയുന്നു. സൂര്യൻ പോകുമ്പോഴാണ് എല്ലാ വിഷജീവികളും നമ്മളെ അടുത്തേക്ക് കയറി വരുന്നത്. അപ്പൊ സൂര്യന് പല കഴിവുകളും ഉണ്ട്. ഇവിടെ പറയുന്ന എന്താണ്? അഗ്നി, സൂര്യൻ എന്നാണല്ലോ അഗ്നി. 21 ഇനത്തിലുള്ള വിഷങ്ങളെ ഭക്ഷിക്കുന്നു. അഗ്നിക്ക് വിഷത്തെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ അഗ്നി എന്ന് പറയുന്നത് വെറും അഗ്നിയായിട്ട് കാണരുത്. നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന എല്ലാ കർമ്മങ്ങളുടെയും പിന്നിൽ അഗ്നിയാണ്. രസതന്ത്രം പഠിച്ചവർക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അഗ്നിയാണ് ആ റിയാക്ഷന് പ്രേരിപ്പിക്കുന്നത്. ശരീരത്തിൽ നടക്കുന്നതെല്ലാം രാസപ്രവർത്തനങ്ങളാണ്. അഗ്നിയുടെ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരേണ്ടെങ്കിൽ അവിടെ അഗ്നിക്ക് വലിയൊരു പങ്കുണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷൻ ഉണ്ട്. അത് കൃത്യ അളവിൽ, ഒരു ക്വാണ്ടം അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ചേരുകയുള്ളൂ.
ചിലത് നടക്കണ്ടെങ്കിൽ കാറ്റലിസ്റ്റിന്റെ സഹായം ആവശ്യമുണ്ട്. ശരീരത്തിലേക്ക് കാറ്റലിസ്റ്റ് ഉണ്ട്. അപ്പൊ വലിയ പ്രവർത്തനം നടക്കുന്നതെല്ലാം ശരീരത്തിൽ ചെറിയ രാസപ്രവർത്തനം. ഇതെല്ലാം കെമിസ്ട്രിയാണ്. ഇത് ശരീരം തന്നെ ഒരു വലിയ ശാസ്ത്ര ലാബോറട്ടറിയാണ്. അവിടെയുള്ള വില്ലൻ അഗ്നി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഋഗ്വേദത്തിൽ അഗ്നിയാണ് പ്രധാന ദേവൻ. അഗ്നിയില്ലാതെ, അഗ്നിയെ മുൻനിർത്താതെ ഒരു കർമ്മവും ഈ ലോകത്തിൽ നടത്താൻ പറ്റില്ല. ഒരു കല്ല് രണ്ട് പൊട്ടിക്കണ്ടിക്കൽ അവിടെ ഒരു അഗ്നിക്കൊരു പ്രാധാന്യമുണ്ട്. ഊർജം അഗ്നിയുടെ വേറൊരു രൂപമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന അഗ്നി 21 ഇനത്തിലുള്ള വിഷയങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ്. രസതന്ത്രത്തിലുള്ള 21 തത്വങ്ങളിലേക്കാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെല്ലാം നമുക്ക് പിന്നീട് പോകാം. ഇവിടെ ഇപ്പൊ അത്ര കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. ഇനിയോ ഋഗ്വേദം മണ്ഡലം 1 191 10 ഇതേ അഗസ്ത്യൻ പറയുന്നു, ഞാൻ സൂര്യമണ്ഡലത്തിൽ വിഷകുംഭം വെച്ചിരിക്കുന്നു. സൂര്യനിൽ വിഷകുംഭമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൂര്യ വെളിച്ചം കൂടുമ്പോൾ, ഓസോൺ പാളി പോകുമ്പോൾ നമ്മൾ എന്തു പറയുന്നത്? മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ പോകാൻ പോവുകയാണ്. സൂര്യനിൽ നിന്നുള്ള വിഷകുംഭമാണത്. അതവിടെ ഉണ്ട്, വിഷകുംഭമുണ്ട്. എവിടെ? സൂര്യന്റെ അടുത്ത് വിഷകുംഭമുണ്ട്. സൂര്യൻ അതുകൊണ്ട് യാതൊരു നാശവും സംഭവിക്കുന്നില്ല. പക്ഷെ സൂര്യൻ അതിനെ കൊണ്ടൊന്നും പറ്റുന്നില്ല. സൂര്യന്റെ അടുത്ത് വിഷകുംഭമുണ്ട്. സൂര്യൻ അതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. ആ അശ്വാരൂഢൻ ആ വിഷത്തെ അമൃതമാക്കി മാറ്റുന്നതിനാൽ നാമും മരിക്കുന്നില്ല. ആ സൂര്യന്റെ ഒരു പ്രക്രിയ കൊണ്ട് തന്നെയാണ് ആ വിഷകുംഭം നമ്മളിലേക്ക് പ്രവേശിച്ച് നമ്മൾ മരിക്കാതിരിക്കുന്നത്. എന്നാൽ ആ പ്രക്രിയ എന്താണെന്ന് നമുക്കറിയാലോ. ഓസോൺ പാളികളുണ്ട്, പലതെല്ലാം ഉണ്ട്. ആ രശ്മികളുടെ പ്രത്യേകതയുണ്ട്. പക്ഷെ ആ പാളികളെല്ലാം നഷ്ടപ്പെട്ട് ഈ സൂര്യൻ ചില സമയത്തെത്തുമ്പോൾ മനുഷ്യൻ പറയുന്നുണ്ട്, വെളിയിൽ ഇറങ്ങിപ്പോകരുത്, ഇത്ര സമയത്തിന് ശേഷമേ വെളിയിൽ ഇറങ്ങാപ്പോഴും സൂര്യാഘാതമേറ്റ് കഴിഞ്ഞാൽ പലത് വരുന്നു. അപ്പൊ ഇതിനെയെല്ലാം സൂര്യൻ തന്നെ എന്താക്കി മാറ്റുന്നുണ്ട്? നമുക്ക് അമൃതാക്കി മാറ്റിട്ട്. വിഷകുംഭമാണ് അവിടെ ഉള്ളതെങ്കിലും അത് അമൃതാക്കി. നമ്മൾ ആ സൂര്യനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അത് അമൃതാക്കി നമുക്ക് വേണ്ട തരത്തിൽ അതിനെ ക്രമീകരിച്ച് നമുക്ക് തരുന്നുണ്ട് ഈ പ്രകൃതി. അതിവിടെ എടുത്ത് ഇതെല്ലാം സയൻസ് അല്ലേ, അല്ലാതെ ആത്മീയമാണ്. ഉപനിഷത്ത് ഇത് ഋഗ്വേദമാണ്. ഋഗ്വേദ മണ്ഡലത്തിൽ നിന്നാണ്. ആത്മീയമൊന്നുമല്ല. ആത്മീയം ഇങ്ങനെ തലമണ്ടത്ത് ഊട്ടകരി എവിടെയോ പോകുന്ന ഒരു സംഗതിയൊന്നും അല്ല ഇത് ശുദ്ധമായ സയൻസ്. അല്ല, കണ്ണുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ചെവിയുള്ളവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിലുള്ളത് ശാസ്ത്രതത്വങ്ങളാണ്. ശാസ്ത്രം കണ്ടെത്താൻ കിടക്കുന്ന വിഷയങ്ങളും ശാസ്ത്രത്തിന് അറിയുന്ന കാര്യങ്ങളും തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെല്ലാം ഉപകരണത്തിന്റെ സഹായത്താൽ ഒരു കാലത്ത് മനുഷ്യൻ കണ്ടെത്തിയത് തന്നെയാണ്. പ്രളയം നടക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ടിട്ട് എഴുതി വെച്ചതാണ്. ഇത് സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പഴയതെങ്കിലും പുതിയതാണ്. യോഗ ചൂടാമണി ഉപനിഷത്തിൽ 116 പറയുന്നു, സർവരോഗങ്ങളും പ്രാണായാമത്താൽ സുഖപ്പെടുന്നു. പ്രാണായാമത്തിലെ സർവരോഗങ്ങളും സുഖപ്പെടും. അതിന്റെ പിന്നിലെ സയൻസ് നമ്മൾ നോക്കണം. പ്രാണായാമം എടുത്തിട്ട് ഞാനും പണ്ടൊരു ആസ്തമ രോഗിയായിരുന്നു. കാണാതെ ചികിത്സകളില്ല. എവിടെ മെട്രാസ് പോലും അടക്കം പോയി ചികിത്സിച്ചതാണ്. അവസാനം യോഗ എടുത്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ അകത്തുനിന്നൊരു മാറ്റം വന്നത്. ബാക്കി ഒരു ചികിത്സയും ഏറ്റിട്ടില്ല. കഷ്ടപ്പെട്ടത് എനിക്കേ അറിയും, ശ്വാസം മുട്ടിയിട്ട്. പക്ഷെ അവസാനം യോഗ എടുത്തു. ചെറുകുന്ന് മിഷൻ ഹോസ്പിറ്റലാണ് പലപ്പോഴും. കാരണം ജർമ്മൻ മെഡിസിൻ ആണ് അവിടെ ചെല്ലും, മരുന്ന് വാങ്ങിക്കഴിക്കും, ഒരു ഗുണമില്ല. അവിടെ നല്ല സ്പെഷ്യലിസ്റ്റ്, അന്നത്തെ ഡോക്ടറുടെ പേര് സെബാസ്റ്റ്യൻ എന്തോ എത്രയോ വർഷം മുമ്പ്. പിന്നെ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്തപ്പോൾ കുറച്ചു കാലം കുറെ കൺട്രോളായി വന്നു. കുറെ കാലം ഒരു പിറ്റേന്ന് മുതൽ തന്നെ കൺട്രോൾ തുടങ്ങിയിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ തണുപ്പ് വരുമ്പോൾ പെട്ടെന്നാണ് മാറുന്നുണ്ടെങ്കിലും ചില സമയത്ത് അത് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പോയിട്ടൊന്ന് മരുന്ന് വാങ്ങാൻ പോകും. അപ്പം കുറെ കാലത്തേക്ക് ഞാൻ പോയില്ല ഇതുകൊണ്ട്. പിന്നെ ഒരു സമയം കുറച്ചെന്തോ തണുപ്പല്ലുള്ള സമയം എന്തോ ആയിരിക്കും, കുറച്ചൊരു അസ്വസ്ഥയുള്ളവരോ ഒന്ന് മരുന്ന് വാങ്ങാൻ പോയി. അപ്പോൾ അയാൾ നോക്കിയിട്ട് എന്നെ സ്ഥിരം ചികിത്സിക്കുന്ന പാർട്ടിയാണല്ലോ.
എന്നോട് ചോദിച്ച് വലിയ മാറ്റം ഉണ്ടല്ലോ, ഇതെന്താ പറ്റിയെന്ന് അങ്ങേര് ചോദിച്ചു. അങ്ങേര് അലർജി സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് യോഗ എടുക്കാൻ പറ്റും. അതെയാ, എങ്കിലൊന്ന് എനിക്ക് കാണിക്കാന്ന് പറഞ്ഞാൽ അങ്ങേരെ അവിടുത്തെ കട്ടുമ്മക്കടത്തിയിട്ട് എന്നെ കൊണ്ട് യോഗ എടുപ്പിച്ചു. ഞാൻ ചെയ്ത ആസനങ്ങൾ ഏതാണെന്നറിയാം, നിർബന്ധിച്ചിട്ട് ഒന്ന് കാണിച്ചേ എനിക്ക് അറിയണം, ഞാനിതിൽ താല്പര്യമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു യോഗ. അപ്പോൾ നമ്മള് ഇത് പഴഞ്ചനാണെന്നും പറഞ്ഞുകൊണ്ട് നിഷേധിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ആദ്യം ഒന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സ്വന്തം അനുഭവത്തിലൂടെ ഒന്ന് ചെയ്യാണോ നോക്കൂ. അതിന് ശേഷം ശാസ്ത്രീയമായി ലാബിലേക്ക് കയറ്റിയിരുന്നിട്ട് പരിശോധിച്ചോ, ലാബിൽ തന്നെ കൊണ്ടുപോയിട്ട് പരിശോധിച്ചോ യോഗ ചെയ്യുമ്പോൾ എന്താണ് ശരീരത്തിൽ നടക്കുന്നതെന്നുള്ളത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള സയൻസ് എല്ലാം ഞാൻ പിന്നീട് പറയാം, ഇപ്പോഴല്ല പറയുന്നത്. അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. യോഗയുടെ രോഗം മാറുന്നതിനെല്ലാം ജ്യോതിഷവുമായിട്ട് അതിന്റെ ബന്ധമുണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് കാണാം. ഇപ്പോ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ശാരീരികോപനിഷത്തിൽ ഒന്നിൽ പറയുന്നു, എത്ര ഉപനിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറയുന്ന ഓരോ സൂക്തങ്ങളും പറയുന്ന സൂക്തങ്ങൾ അതിന്റെ ഓരോ പുസ്തകം വാങ്ങിയിട്ട് അവിടെ ടിക്ക് ചെയ്യുക. ഇന്ന പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഋഗ്വേദത്തിലുള്ള എല്ലാ സൂക്തങ്ങളും നമ്മൾ കടന്നിട്ടുണ്ട്, യജുർവേദം എല്ലാം കടന്നിട്ടുണ്ട്, 108 ഉപനിഷത്തിലൂടെയും കടന്നിട്ടുണ്ട്, പുരാണ കഥകളിലെ പ്രധാന കഥകളിലൂടെയും കടന്നിട്ടുണ്ട്. അതുകൊണ്ട് ടിക്ക് ചെയ്ത് വെച്ചു കൊടുക്കുക. അപ്പോൾ കാണാം എല്ലാം കവർ ചെയ്യുന്നതായിട്ട്. അപ്പൊ ശരീരത്തെ പറ്റി പറയുന്ന ഒരു ഉപനിഷത്താണ്, അല്ലാതെ ആത്മീയല്ല. ശരീരം, പൃഥ്വി മുതലായ പഞ്ചഭൂതങ്ങളുടെ സഞ്ചയം. പഞ്ചഭൂതം എന്താണെന്ന് വ്യക്തമാക്കിയിട്ട്, പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മീയങ്ങൾ എന്തോ പഞ്ചഭൂതം ഭാരതത്തിൽ മാത്രമുള്ള എന്തോ സംഗതി, ഇതെല്ലാം മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ഇതിൽ കഠിനമായിട്ടുള്ളത് പൃഥ്വിയും, നമ്മുടെ ശരീരത്തിൽ കഠിനമായിട്ടുള്ളത് അതാ ഖരരൂപത്തിലുള്ളത് അത് പൃഥ്വിയാണ്. അപ്പൊ പൃഥ്വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൃഥ്വി പോലെ കഠിനമായിട്ടുള്ളതിനെയാണ് ആധുനിക സയൻസ് എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. സോളിഡ് ആയിട്ടുള്ളതാണ് ശരീരത്തിൽ. സോളിഡ് ആയിട്ടുള്ളത് എല്ലാത്തെയും പൃഥ്വിയായിട്ട് കാണണം. പൃഥ്വി എന്നല്ല ഭൂമി എന്ന് ചിന്തിച്ചു പോകരുത്. നമ്മൾ ആത്മീയം ചിന്തിക്കുമ്പോൾ നമുക്കതേ പറയാം, ഭൂമിദേവി. ആ ഭൂമിദേവിയാണ് നമ്മുടെ ശരീരം. ഇതൊന്നും അല്ല, സോളിഡാണ്. സോളിഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. സോളിഡ് കൊണ്ട് എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെ കൊണ്ടാണ്. സോളിഡ് എന്താണ്? അതിൽ കഠിനമായിട്ടുള്ളത് പൃഥ്വിയും ദ്രവമായിട്ടുള്ളത് ജലവും. ശരീരത്തിൽ എന്തായിട്ട് ദ്രവമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജലമാണ്. ചലിക്കുന്നത് വായു. നമ്മളെ ശരീരത്തിലൂടെ എന്തെങ്കിലും ചലിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വായു. അത് വായുവാണ്. എന്തായാലും വായു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ്? ഓക്സിജനും ആണ്, വായുവാണ് സഞ്ചരിക്കുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡുമാണ്. വായു എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ കാണും, വെറും അല്ലാതെ വായു എന്നായി പോരുത്. ഉഷ്ണമായിട്ടുള്ളത് തേജസ്. നമ്മുടെ ശരീരത്തിന് ഉഷ്ണലം തരുന്നത് അഗ്നിയായിട്ട് കാണണം. സുഷിരം ആകാശം. സുഷിരം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് കാണുമ്പോൾ അകത്ത് കാണുന്ന ആ കുടമാരിയുള്ള സാധനമൊന്നുമല്ല, അത് മുഴുവൻ ശൂന്യമാണ്. ആ ശൂന്യമായ സ്ഥലത്ത് അവിടെ ചില ഗ്രഹങ്ങള്, സൂര്യനും നക്ഷത്രമൊന്നും എല്ലാം പറഞ്ഞാൽ അവിടെ കുറച്ചിങ്ങനെ ഉണ്ട്. അപ്പൊ അധിക സ്ഥലം ശൂന്യമാണ്. അങ്ങനെയുള്ള ആകാശം, അതായത് പ്രപഞ്ചം ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അസ്ഥി, ചർമ്മം, നാഡി, രോമം, മാംസം ഇവ പൃഥ്വിയുടെ അംശങ്ങളാണ്. അപ്പം ഭൂമി എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ ഭൂമി ഖരമായിട്ടുള്ള എന്താണെന്ന് നോക്കിയാൽ മതി. രോമം, മുടി, അസ്ഥി, ചർമ്മം, നാഡി, രോമം, മാംസം ഇവയെല്ലാം പൃഥ്വിയാണ്. കഫം, മൂത്രം, രക്തം, ശുക്ലം, വിയർപ്പ് എന്നിവ ജലത്തിന്റെ അംശങ്ങളാണ്. വിശപ്പ്, ദാഹം, ആലസ്യം, മോഹം, മൈഥുന്യം എന്നിവ അഗ്നിയുടെ അംശങ്ങളാണ്. വിശപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ദഹന പ്രക്രിയ നടക്കാൻ വേണ്ടി. നമ്മൾ എന്ത് കഴിഞ്ഞാൽ അവിടെ കത്തിയിട്ട് ഊർജം പുറത്തേക്ക് വരും. ദഹനത്തിലൂടെയാണ് അതെല്ലാം വരുന്നത്. പ്രചരണം, വിലേഖനം, സ്ഥൂലാദികൾ, ഉന്മേഷ നിമേഷങ്ങൾ എന്നിവ വായുവിന്റെ അംശങ്ങളാണ്. വായുവിനെ കൊണ്ടാണ്, ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ജീവനും അതും ഇതെല്ലാം വരുന്നത്. അത് കടന്ന് പിന്നീട് പോകാം. പിന്നെ കാമം, ക്രോധം, ലോഭം, മോഹം, ഭയം എന്നിവ ആകാശത്തിന്റെ അംശങ്ങളാണ്. പ്ലാനറ്ററി സിസ്റ്റമാണ്
നമ്മളിൽ വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ജീവനിലുള്ള മനുഷ്യന്റെ വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പ്ലാനറ്ററി സിസ്റ്റമാണ്, ആകാശമാണ്, അതായത് ജ്യോതിഷമാണ്. അതെല്ലാം നമുക്ക് പിന്നീട് കിടക്കാം. ഇനിയുള്ളത് ത്രിദോഷങ്ങളെ പറ്റി. നമ്മുടെ ശരീരത്തിൽ 3 സിസ്റ്റമുണ്ട്. ത്രിദോഷം എന്ന് പറയും. ആയുർവേദക്കാർ പറയുന്നേക്കാം ത്രിദോഷം, 3 ദോഷങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ദോഷമൊന്നുമല്ല, 3 സിസ്റ്റമാണുള്ളത്. നമ്മുടെ ശരീരത്തിൽ അന്യവസ്തുക്കളെ എല്ലാം ശുദ്ധീകരിക്കാനുള്ള ഒരു സിസ്റ്റമുണ്ട്. പിന്നെ ശരീരത്തിന് വേണ്ട ഭക്ഷണാദികളെ എല്ലാം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. പിന്നെ ശരീരത്തിന്റെ അവയവങ്ങളെയെല്ലാം രോഗം വന്നു കഴിഞ്ഞാൽ ശരിയാക്കുന്ന ഒരു മെയിൻ്റനൻസ് സിസ്റ്റമുണ്ട്. ഇങ്ങനെ 3 സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു എല്ല് പൊട്ടിപ്പോയാൽ ആ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് അത് ശരിയാക്കും. ഭക്ഷണത്തിന് ശരീരത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് ദഹന പ്രക്രിയയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കോശങ്ങളെല്ലാം അത് ഉണ്ടാക്കിയിട്ട് അതിന് തരത്തിൽ വേണ്ട വസ്തുക്കൾ, ബാക്ടീരിയനെ എതിർക്കേണ്ട വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്ന ദഹന പ്രക്രിയയായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. പിന്നെയാണ് അന്യവസ്തുക്കൾ ശരീരത്തിൽ കാണുമ്പോൾ തുമ്മുക, ചീറ്റുക, കഫം ഒലിപ്പിക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ചൊറിഞ്ഞു പൊട്ടുക, ഇങ്ങനെയുള്ള ചില അന്യവസ്തുക്കളെ ദൂരെ കളയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനുവേണ്ടി ഇതെപ്പോഴും ഈ ഒരു 3 സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് ഈ ത്രിദോഷ 3 സിസ്റ്റങ്ങൾ. അത് ദോഷമായി മാറുന്നത് എന്തെങ്കിലും അന്യവസ്തു ശരീരത്തിൽ കിടക്കുമ്പോൾ അത് പ്രതികരിക്കും. അതിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുമ്പോൾ കഫം പുറത്തേക്ക് വരും, തുമ്മല് വരും. ഇതെല്ലാം കഫദോഷം, കഫം കോപിച്ചു എന്ന് പറയും. അപ്പൊ ഈ സിസ്റ്റത്തെ പറ്റി വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊരു റേഡിയോ, ടിവിയോ എടുക്കുക. റേഡിയോ, ടിവിയോ, കാറോ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ്? നമ്മൾ ആദ്യം കാറാണെങ്കിൽ ഒന്ന് തുറന്ന് ബോണറ്റെല്ലാം നോക്കി എല്ലാ പ്ലഗ് എല്ലാം എടുത്ത് അതിൻ്റെ അകത്ത് വല്ല പൊടിയാറ്റം പിടിച്ചിട്ടുണ്ടോ, വല്ല എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം പറഞ്ഞ് തുടച്ച് വൃത്തിയാക്കുക. അല്ലെങ്കിൽ ഊതി കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് തുറന്നിട്ട് വെയിലത്ത് കൊണ്ടുപോകും. ചില സാധനങ്ങളെല്ലാം ടി വി എല്ലാം എന്തെങ്കിലും അതിൻ്റെ അകത്ത് മുഴുവൻ പാറ്റകളെല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് വെയിലത്ത് കൊണ്ടുപോകും, ചൂടാക്കും. എന്തിന്? അന്യവസ്തുക്കളെ. അതുകൊണ്ടാണ് ആദ്യത്തെ നമ്മളെ പരിശോധന അതാണ്. ഇത് തന്നെയാണ് കഫ സിസ്റ്റം. നമ്മളെ ശരീരത്തിൽ മൂക്കിലോട്ട് എവിടെയോ പൊടിയോ അതും കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? തുമ്പാൻ തുടങ്ങും. ജലം കൊണ്ട് കഴുകും. നമ്മൾ സാധനം വെള്ളം വെച്ചോ പെട്രോൾ ഉപയോഗിച്ചോ എല്ലാം കഴുകുമല്ലോ. റേഡിയോ എല്ലാം ആണെങ്കിൽ എന്തെങ്കിലും വെച്ച് ലിക്വിഡ് എല്ലാം വെച്ചിട്ട് ക്ലീനാക്കും, ശുചിയാക്കും. ബാഹ്യവസ്തുക്കളെ കളയാം. അതാണ് വൈറസുകൾ മുതലായ പകർച്ചവ്യാധികളെല്ലാം ഇതിൽ വരുന്നതാണ്. കഫ സിസ്റ്റത്തിൽ വരികയാണ്. അത് എങ്ങനെയാണ് കഫം കോപിച്ചതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഡോക്ടർ ആശുപത്രി ചെല്ലുമ്പോൾ ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ, അലോപ്പതി ഡോക്ടർ ആണെങ്കിൽ നെഞ്ഞത്തൊരു സാധനം വെച്ചിട്ട് ചുമക്കാൻ പറയും. എന്തുകൊണ്ടോ കഫമുണ്ടോ, അല്ലെങ്കിൽ മൂക്കിൽ കഫമുണ്ടോ, ഇതെല്ലാം അവർ നോക്കുന്നത്. നെഞ്ഞത്ത് വെച്ച് നോക്കുന്നത് ഇതെല്ലാം തന്നെയാണ്. കഫമുണ്ടോ, നെഞ്ഞത്തുണ്ടോ. അപ്പോൾ അവർക്കറിയാം കഫം കോപിച്ചിട്ടുണ്ടെങ്കിൽ കഫം കോപിച്ചു. സാധാരണ ശരീരത്തിലെ കഫമുണ്ട്. ശുചിയായ സ്ഥിരമായിട്ടുള്ള ഒരു ക്ലീനിങ് ഉണ്ട് എപ്പോഴും. പക്ഷെ ഇതൊന്ന് കോപിച്ച് കിടക്കുമ്പോൾ എന്തോ ശരീരത്തിൽ. അപ്പം പിന്നെ നോക്കും ചൂടാക്കുന്നുണ്ടോ. നമ്മൾ എടുക്കുന്നുണ്ടല്ലോ റേഡിയെല്ലാം എടുത്തിട്ട് വെയിലത്ത് കൊണ്ടുവെക്കുന്നവര് ശരീരം ചൂടാക്കും. എന്തിനാ ചൂടാക്കുന്ന? ഈ കേരിയ ബാക്ടീരിയകൾക്ക് അല്ലെങ്കിൽ വൈറസുകൾക്ക് അത് വംശം വർദ്ധനിക്കടിക്കുക, അതെല്ലാം ഒരു രാസപ്രവർത്തനമാണ്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ അത് നടക്കും. നമുക്കറിയാലോ, മുട്ട വിരിപ്പിക്കടിക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോഴേ മുട്ട വിരിയും. അതിൽ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും വിരിയില്ല. അപ്പൊ ഈ രാസപ്രവർത്തനം പ്രത്യേക ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. അപ്പൊ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയകളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ശരീരം എന്ത് ചെയ്യും? ഒന്ന് ചൂടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പിക്കുക. അപ്പൊ ഇതൊന്നും വിരിയുന്ന പരിപാടി അങ്ങ് നിർക്കും. വിരിയുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് വേണ്ടി പറയുന്ന കാര്യത്തിൽ പറഞ്ഞാണ്. കോശങ്ങൾ വിഘടിക്കുന്ന എല്ലാ പ്രക്രിയകളാണ്. അതിനെല്ലാം ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയുള്ളൂ. അപ്പൊ ശരീരം അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി ടി വി വെക്കുന്ന, റേഡിയോ തുറന്നു വെക്കുന്ന മാതിരി ചൂടാക്കി കൊടുക്കും. പിന്നെ തുമ്മും. നമ്മൾ ഊതുന്നില്ല. ഊതുന്നതിന് വരെ തുമ്മലുണ്ടാവും. വെള്ളം ഉപയോഗിച്ചിട്ടാകുന്നതിന് കഫ സിസ്റ്റത്തിലൂടെ കഴിയും. കൈൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മൾ മാന്തും. നമ്മൾ ചുരണ്ടുന്നില്ല സാധനം. അപ്പം ഇതെല്ലാം ബാഹ്യ വസ്തുക്കളെ ബാഹ്യമായി വരുന്ന പകർച്ചവ്യാധിമാരി വരുന്ന, അലർജിമാരി വരുന്ന, പൊടിമാരി വരുന്ന, ശരീരത്തിൽ പറ്റി വരുന്ന സാധനങ്ങളെയെല്ലാം റിമൂവ് ചെയ്യുന്നതാണ് ആദ്യത്തെ മെയിൻ്റനൻസ്. ഒരു നന്നാക്കുന്ന പ്രവൃത്തി ശരീരം നന്നാക്കുന്നതാണ്. അതിനുള്ള തുടക്കമാണ് ഡോക്ടർ ആദ്യം നെഞ്ചത്തും എല്ലാം കഫമുണ്ടോ എന്നെല്ലാം നോക്കാൻ വെച്ച് നോക്കുന്നത്.
ആയുർവേദ ഡോക്ടർ ചുമക്കാൻ പറയും. കഫ സിസ്റ്റമാണ് നോക്കുന്നത്. കഫ സിസ്റ്റം മാറിയിട്ടുണ്ടോ, കഫം കൂടുന്നുണ്ടോ, ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ, അതിൽ നിന്ന് അവർക്കൊന്ന് മനസ്സിലാക്കാം. അന്യവസ്തുക്കളാണ് ശരീരത്തിൽ. അപ്പൊ അലോപ്പതി ഡോക്ടർ ആയുർവേദ ഡോക്ടർ ചെയ്യുന്ന സെയിം തന്നെയാണ്. കഫമാണ് നോക്കുന്നത്. രണ്ടാമത് അവർ നോക്കും, കണ്ടുപിടിച്ചു നോക്കും, രക്തമുണ്ടോ. ആയുർവേദ ഡോക്ടറായാലും നോക്കും, അലോപ്പതി നോക്കുന്ന എന്താണ്, പിത്തമാണ് നോക്കുന്നത്. എന്താണ് പിത്തം? ദഹന പ്രക്രിയയിൽ നിന്ന് നമ്മളെ ശരി. അപ്പൊ നമ്മളൊരു കാറ് തുടച്ചെല്ലാം വൃത്തി പ്ലഗിലിട്ട് കുത്തി നോക്കിയിട്ട് ശരിയായിട്ട് എന്നിട്ടും വർക്ക് ചെയ്തില്ലെന്നു. പെട്രോൾ ഉണ്ടോ, ഓയിൽ കുറവുണ്ട്, ഇനി വെള്ളമില്ലേ. അതായത് അതിന്റെ ഭക്ഷണങ്ങൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, കൊടുക്കേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. റേഡിയോ ആണെങ്കിൽ അതിനകത്ത് ബാറ്ററി ഉണ്ടോ, പ്ലഗ് ഉണ്ടോ, ഇതെല്ലാം നോക്കും. അല്ല, കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ബാറ്ററി ഉണ്ടോ, ഇതെല്ലാം പരിശോധിക്കുന്നത്. കാരണമാണ് ഓയിലും എല്ലാം വേണം, എങ്കിലേ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ ശുചിയാക്കിയതിന്റെ ശേഷം കഫം കഴിഞ്ഞ് അന്യവസ്തുക്കളെ കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഭക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ടോ എന്ന് നോക്കും. കണ്ടുപിടിച്ചു നോക്കുക. കഫം പിത്തം നോക്കിയാണ്. അപ്പൊ പിത്ത സിസ്റ്റം ശരിയാണ്. അപ്പൊ രണ്ടുപേരും നോക്കുന്നത് ഇത് തന്നെയാണ്. ആദ്യം അന്യവസ്തുക്കൾ കയറിയിട്ടുള്ള അതിന്റെ ലക്ഷണങ്ങളാണ് ഈ തുമ്മലും ഇതെല്ലാം. കഫമെല്ലാം അത് കോപിക്കുകയാണ്. വല്ലതും കയറിക്കഴിഞ്ഞാൽ അതിന് ദേഷ്യം പിടിക്കും, കഫം കൂടും, ഇതിനെ വൃത്തിയാക്കാൻ വേണ്ടി ചൂട് കൂടും, എല്ലാം കൂടും. കഫ സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റം ഭക്ഷണത്തിന്റെ കണ്ടുപിടിച്ചു നോക്കുന്നത്. എല്ലാ ഡോക്ടർമാർ അലോപ്പതിയായ ആയുർവേദം അത് തന്നെ നോക്കും. പിന്നെയുള്ളത് വാദമാണ്. പൾസ് പിടിക്കുക, ശരിക്കും കറണ്ട് പോകുന്നുണ്ടോ. നമ്മളിപ്പോ ഇലക്ക് റേഡിയോയിലാണെങ്കിലും ബൾബൊന്നും കത്തുന്നില്ല, സ്റ്റാർട്ട് ആവുന്നില്ലെങ്കിലും പിന്നെ എന്താ ചെയ്യുന്നത്? റേഡിയോയിലാണെങ്കിലും അപ്പം എല്ലാം ബാഹ്യ വസ്തുക്കളൊന്നുമില്ല, എല്ലാം ശുചിയാണ്, നല്ല കോണ്ടാക്ട് എല്ലാം ഉണ്ട്, അതിൻ്റെ അകത്ത് വേണ്ട പെട്രോളും എല്ലാം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തുണ്ട്, എന്തെങ്കിലും ഉപകരണത്തിന് കേടുണ്ട്, എന്തോ പാർട്സിന് കുഴപ്പമുണ്ട്. അതിലോട്ട് ഒന്നിക്ക് കറണ്ട് അധികം പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മൾട്ടിമീറ്റർ വെച്ച് നോക്കും. ഓ, ഈ വഴിയിലോ വയറിലോട്ട് കൂടുതൽ കറണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ കറണ്ട് പോകുന്നില്ല, അടഞ്ഞു കിടക്കുകയാണ്. നമ്മളെ സിസ്റ്റത്തിൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെ ഈ പൾസ് പിടിച്ചു നോക്കുന്നത് എല്ലാം ക്രമത്തിൽ പോകുന്നുണ്ടോ എന്ന് തന്നെയാണ്. അതല്ലേ നാഡീ ജ്യോതിഷം എന്നെല്ലാം പറയും. ചിലവര് നാഡി പിടിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്തുന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടും എല്ലാം ഉണ്ട്. അത് പോട്ടെ. നമ്മൾ ഇലക്ട്രീഷ്യൻ ചെയ്യുന്ന അത് തന്നെയാണ്. മൾട്ടിമീറ്റർ വെച്ചിട്ട് എല്ലാ വയറിലോട്ടിയും പോകുന്ന കറണ്ട് കറക്റ്റാണോ കുറവാണോ കൂടുതലാണോ നോക്കിയിട്ട് അവിടെ എന്തോ കുഴപ്പമുണ്ട്, ഏതോ ഒരു ഉപകരണം കേട്ടിട്ടുണ്ട്, എടുത്തങ്ങ് മാറ്റും. അത് തന്നെയല്ലേ വാദം പിടിക്കുന്ന ഏതാ അവയം തവഞ്ഞോ എന്തോ പോയിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ട്. അപ്പൊ അതിനടുത്ത് ഒന്ന് തടകിയെല്ലാം ശരിയാക്കിയിട്ട് ചിലപ്പം വേറെ കമ്പിയെല്ലാം വെച്ച് കൂട്ടി കെട്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വാദം മാറ്റും. വയസ്സാകുമ്പോഴാണ് വാദം വരിക. റേഡിയോയിലും വാദം വരുന്നത് എപ്പോഴാണ്? വയസ്സാം കാലത്താണ്. അതിന്റെ കോമ്പോണൻസ് എല്ലാം വീക്കാവും, ശരീരത്തിലെ കോമ്പോണൻസും വീക്കാവും. അപ്പൊ വയസ്സാം കാലത്താണ് വാദം കൂടുന്നത് എന്ന് ആയുർവേദം പറഞ്ഞിരിക്കുന്നു. വയസ്സന്മാർക്ക് തന്നെയാണ് വാദം പിടിക്കുക. കാരണം റേഡിയോയിൽ വയസ്സാം റേഡിയോയിലാണ് ഈ വാദം പിടിക്കുന്നത്. കോമ്പോണന്റ് എല്ലാം പോയിട്ടു. അപ്പൊ അത് മാറ്റി ഇട്ടേ പറ്റൂ. എന്നാ മധ്യവയസ്സില് തിന്ന് കുടിച്ച് നല്ല ഉന്മേഷത്തിൽ നടക്കാത്തത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ശരിക്കും ഭക്ഷണം കിട്ടുന്നില്ല. ദാരിദ്ര്യം. പിന്നെ ടോണിക് വാങ്ങി കഴിക്കാൻ പറയും. എവിടെ പൈസ ഇല്ലാത്തവരോടാണ് ടോണിക് വാങ്ങി കഴിക്കാൻ പറയുന്നത്. ഓ, നിങ്ങൾക്ക് വളർച്ചയുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ലോണം പാല് മുട്ടി. ഇപ്പം ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ നടക്കാത്ത വ്യക്തിയോടാണ് പറയുന്നത് നിങ്ങൾ ടോണിക് വാങ്ങി കഴിക്കണം. നടക്കുന്ന കാര്യമാണ്. എത്ര കാലം ഒരു ടോണിക് കുടിച്ചാൽ അത് അപ്പോഴെപ്പോഴാണ് വരുന്നത്? ഈ വയസ്സുള്ള ചെറുപ്പക്കാരുടെ പയ്യനിലാണ് ഈ ഭക്ഷണത്തിന്റെ കുഴപ്പങ്ങളെല്ലാം വരുന്നത്. ആയുർവേദം അത് തന്നെ പറയുന്നു. കുട്ടിക്കാലത്താണ് എന്തുണ്ടാകുന്നത്? പിത്ത കവയലുള്ളത്. ഈ കുട്ടികൾക്ക് പെട്ടെന്ന് രോഗം വരും. അത് പ്രകൃതിയിൽ വന്നവരാണ്. അപ്പൊ ഈ പ്രകൃതിയായിട്ട് പൊരുത്തപ്പെടാതെ എല്ലാം വരുമ്പോൾ പെട്ടെന്ന് കുറച്ചു കാലം പോയോ. അപ്പം ചെറുതിലാണ് കവദോഷങ്ങൾ ഉപയോഗിക്കുന്നത് ആയുർവേദം പറയുന്നു. അത് സത്യം തന്നെയാണ്. ചെറുതിലാണ് എന്തുണ്ടാവുക? ഇങ്ങനത്തെ കുഴപ്പങ്ങളെല്ലാം അധികം ഉണ്ടാവുക. പുതിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഒന്നും പെട്ടെന്ന് പോയിപ്പോയല്ല. അതിനകത്ത് കാറ് വാങ്ങുന്നവന് പെട്രോളിൽ അടിക്കാനുള്ള പൈസ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് മിസ്റ്റേക്ക്, ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും. അന്യവസ്തുക്കൾ എന്തെങ്കിലും കയറിയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇത്തരത്തില് ആണ് വാതപിത്ത കഫ. അവിടെ പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ
ഇത് എന്റേതായ ഒരു വീക്ഷണത്തിൽ ഞാൻ പറഞ്ഞതാണ്. വേദത്തിലെ അടിസ്ഥാനത്തിലൊന്നല്ല, അത് നമ്മളെ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ തോന്നുന്ന അഭിപ്രായം ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ആ തരത്തെ. പക്ഷെ വാദപിത്ത കവ എന്താണ്? അത് ഇത്തരത്തിലുള്ള നമ്മളെ യൂണിവേഴ്സൽ തത്വമാണ്. നമ്മൾ എവിടെയും കാറായാലും റേഡിയോ ആയാലും എന്ത് ഉപകരണമായാലും ഈ ഒരു പ്രൊസീജിയറിലൂടെ 3 തത്വത്തിലൂടെ, ഒന്ന് ബാഹ്യവസ്തുക്കള്, രണ്ടാമത്തത് ആ ഉപകരണം ശരിക്കും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ